ഹായ് എവ്രിവൺ, ഞങ്ങൾ മുടിയന്റെ കല്യാണത്തിന് പോവാണ്. യെസ്, ഇന്ന് മുടിയന്റെ കല്യാണം, നാളെ സിജോന്റെ കല്യാണമല്ല, എന്റെ എൻഗേജ്മെന്റ് ആണ്. ഇവൻ എല്ലായിടത്തും എന്റെ കല്യാണമാണെന്ന് പറഞ്ഞു നടക്കുന്നത്. എന്റെ കല്യാണമല്ല, എന്റെ എൻഗേജ്മെന്റ് ആണ്. കല്യാണത്തിന് ഡേറ്റ് പോലും ഞാൻ എടുത്തിട്ടില്ല. വെരി സോറി ഗൈസ്, ഞാൻ അവനെ കെട്ടിച്ചു വിട്ടു. എന്നെ കെട്ടിച്ചു വിടാനും മറ്റാ എയർപോർട്ട് വന്ന സമയത്ത് എല്ലാത്തിനും ഉമ്മ ഒപ്പിക്കാനൊക്കെ മുന്നിൽ നിൽക്കുന്നത് ഇവനാണ്. അറിയാണ്ട് ഇവന്റെ ഭാര്യയാണ് ഞാനെന്ന് ഇവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നിന്റെ ഭാര്യ വരുന്ന സമയത്ത് നീ ഒരു ഉമ്മ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു പോയി. അതിൽ പിന്നെ എനിക്ക് കടക്കപ്രതിയില്ല. അതെ, ഇവന് എങ്ങനെയെങ്കിലും ഇവന്റെ എൻഗേജ്മെന്റ് അന്ന് ഉമ്മ വെപ്പിക്കാതെ ഞാൻ അടങ്ങില്ല. ശബ്ദം എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ. നിങ്ങൾക്ക് ഫ്രഞ്ച് കിസ്, അതും പള്ളിന്ന് അച്ഛന്റെ മുന്നിൽ, പള്ളിയിൽ അച്ഛൻ ഞാൻ വിളിച്ചു പറയും, പള്ളിയിൽ അച്ഛാ ഉമ്മ വയ്ക്കാൻ പറയാതെ ഞാൻ എന്ത് ചെയ്യും? ഒന്നിലും എന്റെ പള്ളിക്കാർ പുറത്താക്കും, അല്ലെങ്കിൽ അന്റെ ഇനുവിന്റെ വീട്ടുകാരെ തല്ലിക്കൊല്ലും. സത്യം. അല്ല, അച്ഛന് പിന്നെ അത് കാണാൻ ആഗ്രഹം കാണുമല്ലോ, ഡ്രൈ ലൈഫ് അല്ലേ. ഡ്രൈ അല്ലേ? ഓ, ഇവൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വന്നാ. അതെ, മാരേജ് കോഴ്സ്. അപ്പൊ ഞങ്ങള് കൊച്ചി പോവാണ്. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് നേരെ ഞാൻ നമ്മളെ ലോ ഫ്ലോർ KSRTC ബസ്സിൽ വന്നു. എന്നിട്ട് AC ലോ ഫ്ലോർ KSRTC ബസ്, ഇത് പറയാൻ ഒരു കാരണമുണ്ട്, അത് ഞാൻ ഫുള്ള് തീർത്തിട്ട് പറഞ്ഞുതരാം. നേരെ വന്നു, ആലപ്പുഴ ഇറങ്ങി. ഇപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി കൊച്ചി പോകുന്നു. കൊച്ചിയിലാണ് നമ്മളെ പ്രശസ്ത സെലിബ്രിറ്റി കം മേക്കപ്പ് ബ്യൂട്ടി വ്ളോഗർ കം ബിഗ് ബോസ്, ലേഡി ബിഗ് ബോസ് അല്ലേ, ലേഡി ബിഗ് ബോസ് ജാസ്മിൻ ജാഫർ പുതിയൊരു ഫ്ലാറ്റ് മേടിച്ചു എന്ന് പറയല്ലേ, അറിഞ്ഞോട്ടല്ലേ, അല്ല അറിഞ്ഞോട്ടെ, അറിയട്ടെ, അറിയട്ടെ, കാശുണ്ടല്ലോ. അതെ, ഒരു കൊളാബിന് 10 ലക്ഷം വെച്ച് വാങ്ങുന്ന ജാസ്മിൻ ജാഫറിന്റെ കൊട്ടാരത്തിലേക്കാണ് ഞങ്ങൾ നേരെ പോവുക. അവിടെ ജാസ്മിൻ ജാഫറും തോഴിമാരും എല്ലാവരും കാണും. അപ്പോൾ ലക്ഷറി ലൈഫ് ആയിരിക്കും ഞങ്ങൾക്ക് അവിടെ. അത് കഴിഞ്ഞിട്ട് ഹെഡ് ആൻഡ് ഫേസ് പോയിട്ട് താടി മുടിയൊക്കെ ഒന്ന് റെഡിയാക്കണം. അത് കഴിഞ്ഞിട്ട് 6 മണിക്ക് മുടിയന്റെ പരിപാടിക്ക് പോകണം, ഫുഡ് അടിക്കണം. ഇപ്പോഴും അല്ല, ഈ വ്ളോഗ് വരുമ്പോ നാളെ നമ്മൾ കൊടുത്ത് കാണുമല്ലോ. അല്ല, നിങ്ങൾ ഗസ് ചെയ്യും എന്തായിരിക്കും കൊടുക്കണേ എന്നുള്ളത്, നിങ്ങളൊന്ന് ഗസ് ചെയ്തു. അതായത് ഈ മിനിറ്റിൽ കാണുന്നവര്, അല്ലാതെ ഫോർവേഡ് അടിച്ച് അപ്പുറത്ത് പോയിട്ട് സാധനം കണ്ട് തിരിച്ചു വന്ന് കമന്റ് ഇടാൻ പാടില്ല. അപ്പൊ ഞങ്ങൾ എന്താണെങ്കിലും പരിപാടികളുടെ കുറച്ച് ഗ്ലിംസും സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. മുടിയന്റെ കല്യാണത്തിന് പോകാൻ പറ്റില്ല അല്ലടാ. കല്യാണം ഇന്നലെ ആയിരുന്നു. കല്യാണത്തിന് അല്ല, ഈ അറ്റൻഡ് ഇത് പ്രീ മാരേജ് കോഴ്സ് അല്ലേ, അപ്പൊ മാരേജ് അല്ലേ, എങ്ങനെ എൻഗേജ്മെന്റ്, അപ്പൊ പ്രീ എൻഗേജ്മെന്റ് കോഴ്സ് അല്ലേ. കല്യാണത്തിന് മുന്നേ ആണ് നമ്മൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓ, അപ്പൊ ഇത് 6 മാസം വാലിഡിറ്റി ഉണ്ട്. ഇത് യേശുക്രിസ്തു പറഞ്ഞതാ. എന്റെ എപ്പോഴും ഉള്ള ഡൗട്ടാണ്, ഈ ദൈവങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് എന്റെ. അങ്ങനെ ഓരോ മതങ്ങളാവുമ്പോ ഓരോ വിശ്വാസങ്ങൾ. പോട്ടെ, ഞാൻ ഇപ്പൊ അതിനെതിരെ പറഞ്ഞു എന്നുള്ളതൊക്കെ പ്രശ്നം. പോട്ടെ, വിട്ടുക. അപ്പൊ എന്താണെങ്കിലും നമ്മള് കൊച്ചി പോകുന്നു, ഋഷീന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് എനിക്ക് നാളെ വേറൊരു ഫ്രണ്ടിന്റെ കല്യാണം അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവന്റെ കല്യാണം അറ്റൻഡ് ചെയ്യണം. അത് ഇവന്റെ എൻഗേജ്മെന്റ് അറ്റൻഡ് ചെയ്യണം. നീനു ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ, ഇവ ഇടയ്ക്കിടയ്ക്ക് ബാച്ചിലർ അതുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് എനിക്ക് മറ്റേ കല്യാണത്തിന് സാധനം വെച്ചത്, സർട്ടിഫിക്കറ്റ്. അതെ. അപ്പോ അർജുൻ വരുന്നില്ലല്ലേ ഈ വീഡിയോയിൽ? അർജുൻ എവിടെ എന്നുള്ള കമന്റ് ഞങ്ങൾ നിരോധിച്ചിരിക്കുന്നു. അതെ, പാൻ ഇന്ത്യൻ അർജുന് ഇപ്പൊ കേരളം വിട്ട് മൂന്നാർ, തമിഴ്നാട് ഏരിയയിലേക്ക് മൂന്നാറാണ് എന്റെ വാസം, ഇന്നത്തെ വാസം. അതെ, ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ കൊളാബറേഷൻസ് കം ഷൂട്ട്സ് ചെയ്യുന്നത്, അതെ, കാശുണ്ടാക്കിയ വ്യക്തി അവനായതുകൊണ്ടും അവൻ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടും ആ വൃത്തിയായിട്ടവൻ വരുന്നില്ല. എനിക്ക് സംശയമുണ്ട്, ഇവര് സ്വർണ്ണക്കടത്ത്, ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന പരിപാടി, ബിനാമി, കുറെ പരിപാടികൾ. അതെ, പലരുടെയും ബിനാമിയാണ് അവൻ. ലാലേട്ടന്റെ ബിനാമിയാണോ എന്ന് എനിക്ക് സംശയം. അല്ല, ആന്റണി പെരുമാറിന് തട്ടി. ഇവൻ ലാലേട്ടന്റെ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ച അന്ന് മുതൽ ലാലേട്ടൻ അവൻ നോട്ട് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിൽ. അതെ, എന്നിട്ട് മറ്റേ റൂമിക്ക് വിളിച്ചിട്ട് ഞാൻ അങ്ങനെയല്ലോട്ട് പറഞ്ഞേ. ഐ മീൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് റണ്ണറപ്പ് ആയിട്ട് ഇവനെ വിളിച്ചിട്ട് ലാലേട്ടൻ, കാരണം ഇപ്പൊ ഹേമ കമ്മിറ്റിയിലുള്ളൊന്നും പറയാൻ പറ്റില്ല, ആർക്കെപ്പോഴാ പണി വരുന്ന പറയാൻ പറ്റില്ല. അപ്പൊ സംഗതി ലാലേട്ടൻ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ കുട്ട, നീ ഇനി മുതൽ എന്റെ എല്ലാം ഡീൽ ചെയ്തു. അതിനുശേഷം പിന്നെ
കണ്ടിട്ടില്ല നിങ്ങൾ അല്ലേ? ആ നഗ്ന സത്യം ഞങ്ങൾ പറയുന്നു. ലാലേട്ടന്റെ ബിനാമിയാണ് അർജുൻ. വർക്കോട് വർക്കാണ്, ഭയങ്കര വർക്ക്. അപ്പോ ഇനി ഏഷ്യാനെറ്റിന്റെ ഷെയർ വാങ്ങും അല്ലേ? അംബാനിയേക്കാൾ വലിയ സൂപ്പർ സ്റ്റാർ, അംബാനിയേക്കാൾ വലിയ ബിസിനസ്മാൻ. അതെ, മുകളിൽ 2 RBI സ്വന്തമായിട്ടൊക്കെ വാങ്ങാൻ പോവാണ്. അപ്പൊ എന്താണെങ്കിലും അർജുനില്ല, അപ്പൊ വരാത്തവന് ദേഷ്യത്തിന് ഇത്രയെങ്കിലും പറയണല്ലോ അവനെ കുറിച്ച്. അതുകൊണ്ട് പറഞ്ഞതാണ്. അതെ, 10 മിനിറ്റെങ്കിലും പറഞ്ഞാൽ എനിക്ക് സമാധാനമില്ല. അപ്പൊ എന്താണെങ്കിലും പാട്ടി തേടിച്ചേറ്റ. അതാണ് ഇത്ര ദേഷ്യം. ഒരു ഫോട്ടോ വെച്ചിട്ട് സംസാരിക്കും. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ ഫോട്ടോ വെച്ചിട്ട് പറയും. അർജുന നമുക്ക് ഫോൺ വിളിച്ചിട്ട് നേരിട്ട് കൊടുക്കാം. പിന്നെ ആരൊക്കെയുള്ളേ? എല്ലാരും ഉണ്ടല്ലേ? എടാ അന്റെ ചങ്കുണ്ടാവും, റോക്കി. അതിനുശേഷം ഇന്നാണ് ഇവന്റെ ക്ലോസ് ഫ്രണ്ട് കാണും, റോക്കി ബായ് കാണും. എന്റെ ക്ലോസ് ഫ്രണ്ട് ചങ്ക് ഉണ്ടാവും. പിന്നെ ശ്രീതു ഒക്കെ വരില്ല. ആ കമന്റും ഞങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ശ്രീതു അക്കായും ഇല്ല. പോസ് അവിടെയും പോസ്. ഓ പിന്നെ നോക്ക് ബാക്കില് ലൈറ്റ് ഒക്കെ ഗൈസ് നിങ്ങൾ കാണൂ. ബാക്കിൽ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. തലേന്റെ ബാക്കിൽ ബ്രൗൺ കളർ ലൈറ്റ് സെറ്റപ്പ് ആക്കി. നാട്ടുകാരെ നിങ്ങൾ അറിയണം, ഇത് മോഹൻലാലിന്റെ ബിനാമിയാണ്. ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന പരിപാടിയുണ്ട്, ഗോൾഡ് സ്മഗ്ലിംഗ്, ഇതൊക്കെയാണ് ഇതിന്റെ പരിപാടി. അതെ ബിനാമിയായിട്ട് എല്ലാവരും കള്ളപ്പണം വെളുപ്പിച്ചോണ്ടിരിക്കുകയാണ്. അതെ, ഫുള്ള് എല്ലാ വ്ളോഗിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ലാലേട്ടന്റെ ടിഷ്യൂ പേപ്പർ എടുത്ത അന്ന് മുതൽ ലാലേട്ടൻ എന്നെ റൂമിക്ക് വിളിച്ചു വരുത്തി എന്നെ ബിനാമിയാക്കി. അന്നെ വിളിച്ച് ഇന്നങ്ങനെ കണ്ട്. ഒയ്യോ, അത് ഞാൻ പറഞ്ഞല്ലോ. എടാ ഇന്നെ കണ്ട്. ഞങ്ങളവിടെ ടീമിന്റെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ 3-4 ദിവസം. എന്റെ പൊന്നളിയാ, ഞാൻ പോയി പെട്ടു. ഞാൻ ഒരു സെൽഫി പോലും എടുത്തില്ല, അറിയോ? ഞാൻ ചാടി. ഞാൻ കമൽ സാറിന്റെ സിനിമേന്റെ ഒരു പ്രൊമോഷൻ അവിടെ നടക്കണ്ടേ. അവിടെ അങ്ങേര് എന്നെ കണ്ടവിടെ അങ്ങേര് ഒറ്റ ഞെട്ടല് ഞെട്ടല് അങ്ങേരിനെ കണ്ടിട്ട്. ഞാനപ്പോ തന്നെ ആകെ എന്തോ ഇല്ലാതായി. കാരണം ഞാൻ അങ്ങേരെ കുറിച്ച് 45 മിനിറ്റ് മറ്റേ ഹേമ കമ്മിറ്റിന് വീഡിയോ ഇട്ട് ഇറങ്ങിയ ദിവസാ. ഇനി എങ്ങനെ കണ്ടു കാണും അറിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് മുകളിൽ അങ്ങായ പാർട്ടി എങ്ങാണ്ടുണ്ടായിരുന്നു. ഈ സപ്പോർട്ട് ചെയ്തല്ലേ? ഞാൻ നഗശികാന്തം എതിർത്തു. എന്നിട്ട് ലിഫ്റ്റിന്ന് കണ്ടിട്ടാ ഞാൻ ഇങ്ങേര് വരുന്നത് നോക്കി ഒഴിഞ്ഞു മാറിപ്പോയി. ലിഫ്റ്റ് കയറിയപ്പോ ലിഫ്റ്റിൽ ഇതായിരിക്കണം അങ്ങേര്. കൈ മോനെ സുഖമന മോനെ. ഞാൻ ആ കയ്യും കൊടുത്ത് ലിഫ്റ്റിൽ ചാടി. മുഖ്യധാര മാധ്യമങ്ങൾ ലാലേട്ടനെ വെച്ച് കാണിക്കുന്ന ഈ പറപ്പിനോട് എനിക്ക് 100% എതിർപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ ലാലേട്ടന്റെ കൂടെ. നീ ലാലേട്ടന്റെ കൂടെ അല്ലടാ? അവൻ ലാലേട്ടന്റെ കൂടെ ആവൂലോ. ഈ കാര്യത്തിൽ നമ്മളുടെ ടീമായി ഇവൻ വേറെ. പാല് കുടിക്കുന്ന അർജുൻ. പാലേ കൂച്ചു. പണ്ട് വെള്ളമായിരുന്നു. ഈ വരുന്നില്ല. ഇതല്ല നീ പറഞ്ഞു. ഇതല്ലേ? അല്ല നിക്ക്. 3 ഷോക്ക് എനിക്ക് എത്ര രൂപ കിട്ടണേ? 1 ലക്ഷം. ആ ഷൂട്ടിന് എത്ര? അല്ല ഇവന്റെ സിജോന്റെ എൻഗേജ്മെന്റിന് എനിക്ക് എന്താ പരിപാടി കോഴിക്കോട്? അതിനെത്ര വാങ്ങി? അല്ല പറ 1.5 1 2 ആയിരിക്കാം. ആ 1.5 ലക്ഷം ഞാൻ തരാം. വാ, 1.5 ലക്ഷം ഞാൻ തരാം. സിജോന്റെ പരിപാടിക്ക് വാ. പറ്റൂ? എന്നിട്ട് വീഡിയോ ഞാൻ സെറ്റ് ആക്കി തരാം. ആണോ? ഫസ്റ്റ് നൈറ്റിന്റെ തൊട്ട് മുന്നേ തമ്പിൽ ഇങ്ങനെയാണ് ഋഷിയുടെ ഫസ്റ്റ് നൈറ്റ് നടക്കുന്ന സമയത്ത്. ഋഷിയുടെ ഫസ്റ്റ് നൈറ്റിൽ അർജുൻ എന്ത് കാര്യം? അർജുൻ കയറി ചെന്നു. എടാ മറ്റേ ഇതിന് പ്രതികാരമായിട്ട് നിന്റെ ഫസ്റ്റ് നൈറ്റിന്റെ സമയത്ത് ഞങ്ങൾ കയറി വരുന്നതായിരിക്കും ഉറപ്പായിട്ട്. ആളെ ശ്രീത് തെറ്റിപ്പോവും. അന്ന് ഇങ്ങനെങ്കിലും പറഞ്ഞില്ല അതല്ലെങ്കിൽ വരാതിരിക്കുന്നതിന് എനിക്ക് ഇന്നേ സമാധാനം ഉള്ളൂ. അനക്കും കല്യാണം വരും. അതിന് കല്യാണം എന്നാ ഈ വൃത്തോടെ കല്യാണം കഴിക്കുമോ എനിക്ക് ഡൗട്ട്. ഇവൻ ആ ലിനുവിനെ തേക്കാനുള്ള പരിപാടിയാ.
ഇവൻ ഇപ്പോഴും പറയുന്നത് എന്താ വെച്ചെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞാ ഇവൻ സ്റ്റിൽ ബാച്ചിലറാന്നാ പറയുന്നത്. എൻഗേജ്മെന്റ് കഴിഞ്ഞ ബാച്ചിലർ ആണല്ലോ, കല്യാണം കഴിയുമ്പോഴല്ലേ നമ്മുടെ ബാച്ചിലർ ലൈഫ് തീരുന്നു. ഞങ്ങള് കൊച്ചി, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ജോയിൻ ചെയ്ത്. ഓ തിരക്ക്, നമുക്കൊക്കെ എന്ത് തിരക്ക്, ഞങ്ങൾക്ക് എന്ത് തിരക്കടേ. വാങ്ങിച്ചുള്ള തിരക്ക് ഞാൻ പറയരുത്, ഞാൻ കാശ് വാങ്ങുന്നുണ്ട്. ആ ആ ആ ഓക്കെ. സ്ഥലത്താണ് ഷൂട്ട്. അപ്പൊ ഞാൻ വൈകിട്ട് പോകാൻ വെച്ചപ്പോ അവര് രാത്രി അവിടെ എൻട്രൻസ് ഇല്ല, 3-4 കിലോമീറ്റർ നടക്കണം. അപ്പൊ നീ ഇന്ന് പോകുന്നില്ലേ? ഞാൻ പോവാ, ഒരു ക്യാബ് അയക്കുന്നു, ഞാൻ വെയിറ്റ് ചെയ്യാൻ വീട്ടിൽ. അത് ഇപ്പൊ എപ്പോ എത്തും അറിയില്ല. ഇവിടുന്ന് 4 മണിക്കൂർ. എന്റെ ബാക്ക് ക്യാമറ എവിടെയാണ്? ബാക്ക് ക്യാമറയോ? ക്യാമറ ഇല്ല. ഈ ഒറ്റ ബാഗിലാണ് അർജുൻ ജീവിക്കുന്നത്. അല്ല ഈ ബാഗ് അവൻ എപ്പോഴും റൂമിൽ ഈ ബാഗ് എടുത്ത് വെച്ചേക്കാം. ഞാൻ പുറത്തു പോകണമെന്ന് പറയും. എങ്ങനെ അറിയോ, ഇവൻ 2 ഫോൺ വെക്കും, എന്നിട്ട് മാനേജറെ വിളിക്കാൻ പറയും. എന്നിട്ട് അപ്പുറത്ത് ഫോൺ എടുത്തിട്ട് ഹലോ 1 ലക്ഷം ബാഗ് റെഡിയാണ്, ഞാൻ വരാം. എടാ നിന്റെ മാനേജറിന് 1 മാസം എത്ര രൂപ സാലറി? മാനേജറിന് 1 മാസം എത്ര രൂപ സാലറി? എല്ലാത്തിനും ഇടയിലും കമ്മുണ്ട് കേട്ടോ. എല്ലാം കമ്മണം. അയ്യോ എന്താണെങ്കിലും ഞങ്ങൾ എന്തായാലും പോയി സെറ്റ് ആക്കട്ടെ. ഡെയിലി കമ്മുവോ അതോ ഡെയിലി കമ്മാറുണ്ടോ അതോ ഇടയ്ക്കിടയ്ക്കാണോ കമ്മാറ്? ഡെയിലി 2 വീതം കമ്മു. എന്താടാ? ആ നേരത്തെ പോയിട്ട് എനിക്ക് അവിടെ എന്റെ എൻഗേജ്മെന്റിന്റെ ഡ്രസ് എടുക്കണം. എന്റെ പൊന്നു കൂട്ടുകാരാ, എന്റെ എൻഗേജ്മെന്റ് ആണ് ഈ വരുന്നത്. പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ ജാസ്മിൻ ജാഫർ മേക്കപ്പ് ഇട്ടരാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വന്തമായി ഫ്ലാറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. പാർട്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് താങ്കൾ വരുമോ? ഇവനെ കൊണ്ടുവരുന്ന വില്ല എടുക്കാൻ പോവാ. ആണോ? എവിടുന്ന്? കൊച്ചി. ഓ അല്ലടാ, അസറ്റ് ഹോംസിന്റെ വില്ല എടുക്കുവല്ലേ നീ? നെറ്റ് വർത്ത് അർജുൻ ബിഗ് ബോസ് നെറ്റ് വർത്ത് 5 കോടി. എടുക്കാൻ പോവാ. ഓണത്തിന് കോടി ഉണ്ടോ? കോണാൻ വാങ്ങിച്ചാ ഞങ്ങള് കോടിമുണ്ട്. അല്ല, ഓണത്തിന് കോടിമുണ്ട് സ്വർണ്ണക്കര 24 ക്യാരറ്റ് 916 ഹോൾമാർക്സ് ഉള്ള. എടാ ഈ എന്റെ 2 പല്ല് സ്വർണ്ണം കെട്ടിക്കാൻ പോവാന്ന് പറഞ്ഞല്ലോ. ഗോസിപ്പാണോ? ഒരു കാര്യം ചെയ്യും, മറ്റേ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്ന് തിരിച്ചു വരാ. നാളെ രാത്രി 1 മണി 2 മണിക്ക്. നാളെ രാത്രി എത്തിയിട്ട് കാര്യമില്ല. നാളെ രാത്രി എത്തിയിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ പോവില്ല. അല്ല, കോഴിക്കോട് പോയിട്ടൊന്ന് വരും. കോഴിക്കോട് പോയിട്ടൊന്ന് വരും. ആ കോഴിക്കോട് പോയിട്ട് പിന്നെ എപ്പോ തിരിച്ചു വരും? പിന്നെ സുഖല്ലേ, അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു വരും. തിങ്കളാഴ്ച ജാർഖണ്ഡിൽ പോകും. തിങ്കളാഴ്ച ചെന്നൈ 10-28 സംസ്ഥാനങ്ങളില്ലേ കേരളത്തിൽ? വെറുതെ ആണോ പാൻ ഇന്ത്യൻ ബിഗ് ബോസ് സ്റ്റാർ ആയത്? ഇന്ന് കാശ്മീർ ആണെങ്കിൽ നല്ല ആസാം, പിന്നെ ഭൂട്ടാൻ, പിന്നെ മ്യാൻമാർ. അതെ, മ്യാൻമാർ ഇന്ത്യ അല്ലല്ലോ. ലാൽ സാർ അടിപൊളിയായിട്ടിരിക്കുന്നു. നീ വിളിച്ചിട്ടില്ലേ? ഞാൻ ചാടി. എന്റെ മോനെ വേറൊരു സൂപ്പർ സാധനം ഉണ്ട്, ഞാൻ വീഡിയോയിൽ പറയുന്നില്ല, ഞാൻ പറയാം നേരിട്ട് കാണട്ടെ. ഞാൻ വീഡിയോ കട്ടാക്കിയിട്ട് ഞാൻ വിളിക്കാം. ഞങ്ങളപ്പോ ഉച്ചക്കുള്ള ഫുഡിന് വേണ്ടിയിട്ട് നമ്മളെ യുണൈറ്റഡ് കോക്കനട്ട്, ആദ്യം പറഞ്ഞത് കൺട്രി കോക്കനട്ട് തെറ്റിപ്പോയി, പേര് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി, ക്ഷമിക്കണം സുഹൃത്തുക്കള്, പേര് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. എന്തായാലും കോക്കനട്ട് ആണല്ലോ, കുഴപ്പമില്ലല്ലോ. ഞങ്ങളുടെ പിള്ളയുടെ നിർമ്മാണം കഴിക്കാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. സിമ്പിൾ. അപ്പോൾ ഞാന്, സിജോ, നന്ദന, ജിത്തുബായി, സ്നേഹ, നമ്മളെ സാബുചേട്ടൻ, സെലിബ്രിറ്റി. അയ്യോ എല്ലാരും മൊബൈൽ അയ്യോ കാലായി സ്നേഹനെ കണ്ടിട്ടറിയോ? ഇവളേതാ? നീ ഏതാ?
ഒരു മിനിറ്റ് ഇപ്പോൾ സാധനം ശരിയാക്കി തരാം. അപ്പൊ നമ്മളിങ്ങനെ ചാനലിന്റെ പേര് നിങ്ങൾ ആ പരട്ട ചാനലിന്റെ പേരെന്ന് നന്ദൂസ് വേൾഡ്. നന്ദൂസ് വേൾഡ്. ആ പരട്ട ചാനൽ നിങ്ങൾ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യരുത്. പലരും പറയും നിങ്ങൾ ആ ചാനലിൽ ഒരു പേര് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ പേര് ചാനലിലെ പേര് കണ്ടുപിടിക്കണം guys. നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നീ കേരളത്തിന്റെ പോറ്റമ്മയാ. ഇത് നടപടിയുള്ള കേസൊന്നുമല്ല. അതായത് അപ്പൊ ഒരിക്കലും നിങ്ങൾ ഒരു കാരണവശാലും ആ പരട്ട ചാനല് അത് മാത്രമല്ല ആ ചാനൽ റിപ്പോർട്ട് അടിച്ച് എത്രയും പെട്ടെന്ന് പൂട്ടിക്കുക. ഞാൻ മാക്സിമം അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. മാത്രമല്ല ഇതിന് അതിന് വേണ്ടിയിട്ട് ഒരു PR ടീമിനെ ഏൽപ്പിക്കുന്നുണ്ട് നന്ദനയുടെ ചാനൽ പൂട്ടിക്കാനായിട്ട്. അപ്പൊ നന്ദൂസ് വെള്ളം എന്ന് പറഞ്ഞ ചാനൽ ആരെങ്കിലും കാണുമെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എടുക്കാൻ പാടില്ല. പുതിയ ഫോൺ കാണിച്ച് എന്ത് ഗബ്രീനെ ആട്ടി തുപ്പിയോ? ഇത് ആരും വാങ്ങിക്കുന്ന ഫോണാ? തലയില് ബോട്ടോക്സ് എടി ഫ്ലാഷ് ഓഫ് ഒക്കെ അടി. ഏത് ഈ വ്ളോഗർ ഇത് ആരും ഈ വ്ളോഗർ ഇതിനിടയിൽ റൈസോ ബ്രെഡ് എന്താണ് പ്രിഫറൻസ്? ബിരിയാണി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, മീൽസ് ഉണ്ട്, അതേ പൊറോട്ട ഉണ്ട്, അപ്പം ഉണ്ട്. എനിക്ക് അപ്പം ബിരിയാണി പറഞ്ഞോ? ചിക്കൻ ബിരിയാണി മീൽസ്. അതിനെന്താ എന്താണ് ഇവിടെ എന്താ പ്രിഫറൻസ്? ഒന്നും വേണ്ടോ? അതൊന്നും കേൾക്കാത്ത നിങ്ങളെ പുറത്ത് വെച്ച് ബ്രെഡ് പൊറോട്ട വേണം. ഇത് നോർമൽ റൊട്ടി ഈവനിങ് ആവും. ഞാൻ അപ്പം പറഞ്ഞു, സ്നേഹ ബിരിയാണി പറഞ്ഞു. ഹാഫ് ചിക്കൻ ബിരിയാണി. ഈ എന്താ പറയുന്ന അപ്പം? നമ്മൾ രണ്ടാളും അപ്പം. അല്ല ഇത് അല്ല അങ്ങനെയല്ലല്ലോ. ജിത്തുബായി പട്ടിണി എടുക്കുമ്പോ നന്ദിനി പട്ടിണി എടുക്കുക അങ്ങനെയല്ലേ? അങ്ങനെയല്ല. ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഈ വലത്തെ കൈ കൊണ്ട് നന്ദൂരിന് വാരി കൊടുക്കാൻ പറ്റുമോ? അതെ. നിങ്ങൾ ഇടത്തേക്ക് വേണ്ട അതായത് നന്ദനന്റെ പ്രശ്നം ഞാൻ പറഞ്ഞ തിങ്കളാഴ്ച അഭിഷേക് എസിന്റെ കൂടെ, ചൊവ്വാഴ്ച രഞ്ജിത്തിന്റെ കൂടെ അടക്ക കഴിക്കും. ബുധനാഴ്ച ചിത്തുബായിന്റെ കൂടെ, വ്യാഴാഴ്ച ലാലേട്ടന്റെ കൂടെ. ജിത്തുബായുടെ കൂടെ ഇല്ല, കാരണം ജിത്തുബായി എപ്പോഴും വേറൊരു പെണ്ണിന്റെ കൂടെയാണ്. ആ പെണ്ണ് പേര് പിന്നെ ആരടി എന്താ പേര്? രഞ്ജിത്തുമായിട്ട് നന്ദന കമ്മിറ്റഡ് ആണ് ഗൈസ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, രഞ്ജിത്തുമായിട്ട് നന്ദന കമ്മിറ്റഡ് ആണ്. പിന്നെ അല്ല ഇതൊക്കെ എന്തിനാ നാട്ടുകാർ അറിയേണ്ട ആവശ്യം? ഓക്കെ ഇതെന്താ പൈന? അത് നമ്മളെ മറ്റേത് മധുരാണേ. സെൽഫി ക്യാമറ വലിപ്പുലിയാണ്. ഇതിലല്ലേ എന്താണ് ദഹി ഉണ്ട് ഇതില്. ദഹി ഉണ്ട്. ഈ സാധനം ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ബാംഗ്ലൂർ പോയില്ലേ പിള്ളേന്റെ അവിടെ, ഇത് 2-3 കുറേ. ഈ ദഹീന്റെ മധുരം രസമാണ്. പക്ഷെ മറ്റേ മധുരം ദഹിച്ചാട്ടല്ലേ. സ്നേഹി വന്നെന്തടി? ഈ വന്നെന്താ? സ്പെഷ്യൽ ചാട്ട് വന്നിരിക്കുകയാണ്. സ്പെഷ്യൽ ചാട്ട്. നന്ദനാസി ഇവിടെ ഇരുന്ന് കരയാണ്. അതാ നന്ദനാസി കരഞ്ഞിരിക്കുന്നു. ആകെ കച്ചറയായി. എടാ ഇന്നും കരയിച്ച് നമ്മുടെ സിജോ ഇന്നും അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും കരഞ്ഞു, ഇന്നും കരഞ്ഞു. ആകെ വിഷയമായി. സിജോ ഇറങ്ങി ഓടി. പ്രമുഖ ബിഗ് ബോസ് താരമായ നന്ദനാസിയെ കരയിച്ച സിജോ ഭയങ്കര കരച്ചിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാ കരയുന്നു. ജിത്തുബായി നന്ദന കരഞ്ഞോടുകൂടി ജിത്തുബായിനെ കണ്ണിന്നും വെള്ളം വന്നു. അങ്ങനെ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. ഇനി വന്നാലും എനിക്ക് കിട്ടൂല. സബു ഇതേതാ ബീഫ്? മംഗോളിയൻ ഇവിടെ മൾട്ടിക്യൂസ് റെസ്റ്റോറന്റ്. ചൈനീസും ഉണ്ട്, നാടനുണ്ട്, അറബിക്കും എല്ലാം മൾട്ടിക്യൂസ്.
അപ്പൊ അതുകൊണ്ട് ഇത് ചൈനീസിലാണ്. നമ്മൾ എല്ലാത്തിലും മിക്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മംഗോളിയൻ മംഗോളിയൻ ബീഫ് അത് നാടനാണ്. മംഗോളിയൻ ബീഫ് ഇങ്ങനെ ഞെക്കി. ബ്രൊക്കോളി നല്ല ടേസ്റ്റ്. ബ്രൊക്കോളിയിലാണ് മംഗോളിയൻ ബീഫ്. ജിത്തുഭായ് ആപ്പിളിന്റെ ഓണർ വരുന്ന അല്ലല്ല ആപ്പിളിന്റെ ഓണർ വരുന്ന ഇത്രയും ഒറിജിനൽ ആയിട്ടൊരു ഫോൺ ഇതുവരെ കണ്ടിട്ടില്ല. അതാരാ? മംഗോളിയൻ ബീഫ്. അതിന്റെ പേരെന്താണ്? നന്ദനാസീമെന്നോ? ബീഫ് കപ്പ ഫ്യൂഷൻ. ബീഫ് ടെൻഡർലോയിൻ, സ്ലൈസ് ടെൻഡർലോയിൻ. ഒരു ഫോട്ടോ കപ്പ ചമ്മന്തി. ഇല്ല കുഴപ്പമില്ല. ഇത് ഹെർബൽ ഫിഷ്. പിന്നെ സോസ്. ഇത് ബ്ലൂപ്പി റൈസ് ആണ്. നമ്മൾ ശംഖുപുഷ്പം എന്ന് പറയില്ല, അത് ബോയിൽ ചെയ്തിട്ട് അതിന് കളർ കിട്ടും. അതിൽ പിന്നെ ഇത് റൈസാണ്. അതാണ് റൈസ് കളർ. ശംഖുപുഷ്പത്തിന്റെ അത് ബോയിൽ ചെയ്യുമ്പോൾ അതൊരു ബ്ലൂ കളർ കിട്ടും. അതിൽ കുക്കി ഉണ്ടാക്കും. ശംഖുപുഷ്പത്തിൽ ബോയിൽ ചെയ്ത് വയറ് നിറച്ച് തിന്ന് രക്ഷയില്ല. സ്റ്റാർട്ടേഴ്സിന് ഒരുപാടുണ്ടായിരുന്നു. അതിന്റെ മെയിൻ കോഴ്സും കുറേ തിന്നു. ഇപ്പോൾ കുറേ സൺഡേസ് വന്നിട്ടുണ്ട്. സൺഡേസ് വേറെ ഒരു വഴി. ഞങ്ങളങ്ങനെ ഷെഫ് പിള്ളേൻ്റെ അവിടുന്ന് ഇറങ്ങി. ഇനി ഹെഡ് ആൻഡ് ഫേസ് പോകണം. ഒന്ന് താടീൻ്റെ സൈഡ് ശരിയാക്കണം. സ്നേഹം എനിക്കൊരു ജീന് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ നിന്ന്. സോ അതുകൊണ്ട് ഇനിയിപ്പോൾ വാങ്ങേണ്ട ആവശ്യമില്ല. ഒരു ഷർട്ട് ഞാൻ തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. സോ അതും കൂടി ആയാൽ ഞാൻ സെറ്റാണ്. ജാസ്മിൻ്റെ അവിടെ പോകണം. ജാസ്മിന് പോകണ വഴിക്കുന്നത് ഒരു പാർസൽ വാങ്ങേണ്ടതാണ്. കൂടി എടുത്ത് ജാസ്മിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ പരിപാടികൾ കഴിഞ്ഞ് പിന്നെ നേരെ മുടിയാണ്. സ്നേഹ പ്രമുഖ വ്ളോഗറാവാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടും ശ്രമത്തിലുമാണ് സ്നേഹ. സെൽഫി സ്റ്റിക്കിന് വേണം സ്നേഹൻ്റെ കൈയാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ ഹെഡ് ആൻഡ് ഫേസിലല്ലേ, അതിനിടയിൽ സിജോ ഒന്ന് മറ്റേ മെന്നിക്ക് ഒന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് യെസ്. ഇനി ഞങ്ങള് ഹെഡ് ആൻഡ് ഫേസ് കയറിയിട്ട് ഇവൻ തായ് മസാജ് ഇവൻ തായ് മസാജ് ആണ്. ഞാൻ മറ്റേ താടി മാത്രം ഒന്നും വരരുത്. നമ്മൾ അൻഷിഫറും ഉണ്ട് അതിൻ്റെ ഇടയിലൂടെ വന്നത്. എന്താണ് ചുറ്റിക്കളി? വെറുതെ ചിലര് പൊക്കാൻ വന്നതാ. നിങ്ങളുടെ വണ്ടിയിൽ ഇത് മറ്റേ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നല്ലേ, വില കുറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും പരിപാടി കഴിഞ്ഞ് ബാക്കി പറയാം. കൊച്ചിയിലെ പ്രശസ്ത വ്ളോഗർ എവിടെ പോയി? അതായിരുന്നു ക്യാമറയിലെ കളി വലിയ ഇല്ലേ വ്ളോഗില്ലേ? അത് മാറ്റി സാധനം മാറ്റിയത് എല്ലാവർക്കും കാണാൻ പറ്റും. ഇനിയിപ്പോ ക്യാമറയുടെ പിന്നിൽ മാത്രമാണല്ലോ. എനിക്ക് ക്യാമറയുടെ പിന്നിൽ വർക്ക് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം. നമ്മൾ മറ്റേ ഡേഞ്ചർ കോയിൻ കളിച്ച സമയത്തുള്ള ഹെയർ സ്റ്റൈലാണ് മുകളിൽ കിട്ടിയതാണല്ലേ. ഞാനുണ്ട് ക്യാമറ വെക്കൊണ്ട്. ഓക്കെ, അപ്പൊ പരിപാടികൾ കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ ചാനലുകാർ ഇങ്ങനെ ഓരോ ദിവസം കാണും. അപ്പൊ ഹെഡ് ആൻഡ് ഫേസിലെ പരിപാടികൾ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഇനി മെല്ലെ ജാസ്മിന്റെ ഫ്ലാറ്റിൽ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് നല്ല പോട്ടെ. ഒക്കെ ഓൾറെഡി ലേറ്റ് ആണ്. 6 മണിക്കാണ് പറഞ്ഞത്. 6 മണിക്ക് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ ജാസ്മിന്റെ ഫ്ലാറ്റിലേക്ക് പോവാണ്. ജാസ്മിന്റെ ഫ്ലാറ്റ് ഇതുവരെയായിട്ട് എന്താ പറയാ അല്ലേ, പ്രോപ്പറായിട്ട് ആരും കണ്ടിട്ടില്ല. ജാസ്മിന്റെ ഹോം ടൂർ ആണ് നടക്കാൻ പോകുന്നത്. മിക്കവാറും ഓടിച്ചിട്ട് അടിക്കുന്നേ നടക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല. ഓക്കെ, അവിടെ പോകുന്നു, ഡ്രസ്സ് മാറ്റണം. പിന്നെ ഈ ബ്ലോക്കിൽ അവിടെ എത്താനായിട്ട് എങ്ങനെ പോയാലും ഒരു 20 മിനിറ്റെങ്കിലും. അയ്യോ, ഇതപ്പോ പണിയാണോ? നല്ല ട്രാഫിക് ആയിരിക്കും. അപ്പൊ സീനാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് ഫ്രൈഡേ ഈവനിങ് കൂടി ആയതുകൊണ്ട് പണിയല്ല, ഡെഫിനറ്റ്ലി നല്ല ട്രാഫിക് ആയിരിക്കും. ഓക്കെ ഗൈസ്, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റി ചടപടയെന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ട് ഋഷീൻ്റെ അവിടെ പോകും. ഈ വൃത്തികെട്ടവൻ ദുഷ്ടൻ ഇന്റെ ഡ്രസ്സ് കാറിൽ വെച്ചിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിളും ഡ്രൈ ഫ്രൂട്ട്സും അല്ലാണ്ട് ഒരു സാധനം സിജോ ബോഡി മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഞാൻ ബി ബി പോയപ്പോഴത്തേക്കും അതെ, എന്റെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് 83 കിലോ ആയിരുന്നു. ഞാൻ ബി ബി ഇറങ്ങിയപ്പോഴത്തേക്ക് 70 കിലോ ആയിട്ട് മാറി. ഞാൻ എന്റെ ബോഡി സെറ്റ് ആക്കി എടുത്താണ് ഈ കാണുന്നത്. സംഗതി മ്യൂസിക് ബോഡി മസിൽസ് കാരണം ഇന്ന് ഈ വ്ലോഗ് 1 മില്യൺ അടിക്കുന്നതാണ് ഞാൻ മിക്കവാറും മറ്റേ ഇതിന്റെ പേരിൽ ചിലപ്പോൾ ഈ വ്ലോഗ് അടിച്ചു പോകും. പോയടാ മൊരട്ട് സിംഗിൾ പോയി. അവന്റെ സാധനം പോയി. ചിഗ്മയായി. ചിഗ്മ അല്ലെ, നോട്ടെ കൈ നോട്ടെ ഷർട്ടിന്റെ കൈ. നൈസ്. ഇതെന്താ പാമ്പാ?
പാമ്പ് കോബ്ര കിങ് കോബ്ര. നമുക്ക് ഷർട്ട് ഇടാല്ലേ, നമുക്കല്ല, എനിക്ക് ഷർട്ട് ഇടാല്ലേ, എനിക്ക് ഷർട്ടില്ല. കൊളാബ് ഷർട്ട് എല്ലാരും, എനിക്ക് ഷർട്ടില്ല, അതിന്റെ ഷർട്ട് എന്റെ വൃത്തിയുടെ വണ്ടി പെട്ടുപോയി. സ്റ്റോറിയാ ഞാൻ ഷർട്ട്, എന്റെ ഷർട്ട് കണ്ടു, കോമഡി ഷർട്ടാണ് എന്റെ ഷർട്ട്, ഞാൻ മാറ്റുമ്പോൾ കണ്ടത്. തിരുവനന്തപുരത്തെ തെരുവുകളിലൂടെ നടന്ന് ഞാൻ പഠിച്ച എന്റെ ഷർട്ട്. ഓ ഗൈസ്, നോക്കൂ ഗൈസ്, ജാസ്മിന്റെ എടാ നോക്ക്, ജാസ്മിന്റെ വെപ്പും കൂടി അഴിച്ചിരിക്കുകയാണ്. അത് ഞാൻ എല്ലാം വ്ളോഗേഴ്സ് ആണ്, ഒരു ഫ്ലാറ്റ് നിറച്ച് വ്ളോഗേഴ്സ്. ഈ പാമ്പ് കടിക്കുവോ? ഈ പാമ്പ് കുത്തു. ഇവൻ മാത്രമാണ് ഇതിന്റെ ഡ്രസ് ചേഞ്ച് ചെയ്യാതിരിക്കുന്നത്. കണ്ടല്ലോ, ഇവന്റെ കോലി ഇപ്പോൾ ഇങ്ങനെയാണ്. ഗബ്രി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗബ്രി ചേഞ്ച് ചെയ്തു. അങ്ങനെ ഇത് ബ്ലൂ അല്ലേ? ഇവർ രണ്ടുപേരും മറ്റേ മാച്ചിങ് ആ. ബ്ലൂ ബ്ലൂ കോയിൻസിഡൻസ്. അനക്ക് ഇനി ആരെങ്കിലും കോയിൻസിഡൻസ് ഉണ്ടോ? ഉണ്ടോ? അങ്ങനെ ഞാൻ കണ്ടോ കോയിൻസിഡൻസ്? അതായത് ഷർട്ടില്ല, പാന്റ് ഇല്ല, ഒന്നുമില്ല. ഞാൻ എങ്ങനെ ഋഷിന്റെ പരിപാടിക്ക് പോകുന്നു എനിക്ക് അറിയാൻ പാടില്ല. ഏതാടാ ഇത്? ഇൻസ്റ്റാഗ്രാം പേജ് പറ. അത്ര മതിയോ പ്രൊമോഷൻ അവർക്ക്? പാവം ചെക്കൻ. ഇന്ന് തീരും തോന്നുന്നില്ല, നമുക്ക് പോവാം. ഇന്ന് ഡ്രസ്സ് മാറ്റണം. എന്റെ ഭാര്യനെ കാണാനില്ല. ഭാര്യ അവിടെ അരമണിക്കൂറായിട്ട് പുറപ്പെട്ടുകൊണ്ടിരിക്കാന്ന് പറയുന്നത്. അവസ്ഥയായിരിക്കും, ആരും കാണുന്നില്ല. ആളെവിടെ? ഇവന്റെ പേരെന്താ? കുഞ്ഞാനോ? ഞങ്ങളുടെ നാട്ടിലുണ്ട് കുഞ്ഞാൻ പാണ്ടിക്കാട്. ഇവിടെ നിറച്ചും വ്ളോഗേഴ്സ് ആണ്. ഇത് എന്ത് അല്ല, ഒറ്റയ്ക്ക് ഫീഡ് ചെയ്യണ്ടാ? കൊണ്ടുപോകുന്നുണ്ടോ? പോന്നോണ്ടല്ലേ ഫുഡ് എടുത്തിട്ടാണ്. ഇത് പറക്കണെന്നാനാ? പിന്നെ എത്ര രൂപയായിരുന്നു? അല്ല, പറക്കണമെന്നാണല്ലേ? എത്ര രൂപ അണ്ണാൻ? എത്ര രൂപ? എത്ര? ഒരു ജീവനെ പൈസ കൊടുത്ത് വാങ്ങാൻ? വാട്ട് ഈസ് ദിസ്? എന്തൊരു ടെൻഷൻ. രതീഷേട്ടന്റെ ഫാമിലി ആണ്. സോ നന്ദന, രതീഷേട്ടന്റെ ഫാമിലി ആദ്യം കയറട്ടെ. അതെ, അവര് കയറട്ടെ. എന്ത്? സിൻഡർല ഫുള്ള് കണ്ടു. ഇത് ഉണങ്ങിയ സിൻഡർല തോന്നുന്നു. ഇവിടെ ഇരുന്ന് പോയി. അബി കൊച്ചച്ചൈ അമിതാഭ് ബച്ചൻ. ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്, എല്ലാം കിട്ടും. ഒന്ന് വിടാതെ എല്ലാം കിട്ടും. ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ എല്ലാരും വീഡിയോ എടുത്താൽ മതി. മൈക്ക് വെച്ചിട്ടുണ്ട്, എല്ലാം കിട്ടിക്കോളും. അതെ, ഇത് വേണ്ട ഫുഡ് അവിടെ. ചേട്ടാ ഫുട്ബോൾ ടീമാണോ? അങ്ങനെ ഞങ്ങൾക്ക് അതിനകത്ത് ഇത്ര ചർച്ച ഉണ്ടായിരുന്നില്ല. അത് സ്മൈൽ. ഞാൻ LKG കുട്ടികളെ കയറ്റി ആര് കയറ്റി? LKG കൂടി ക്ലീഷ്യസ് ആണ്. ഞാൻ ടു ക്ലീഷ്യ, വെരി ബാഡ്. ബാഡ്.
നമുക്ക് വിഷയ കൺസെഷൻ റൂമിലേക്ക് ഒന്ന് വിളിച്ചാലോ? അതൊക്കെ ക്ലാസ് പോയി മെയിൻറ്റെയിൻ ചെയ്യും ക്ലാസ് പോയി മെയിൻറ്റെയിൻ ചെയ്യും കൂക്കണ്ട അല്ല അത് ബിഗ് ബോസ് ഇങ്ങനെയാണ്. ഇവിടെ എത്തുമ്പോ മറ്റേ പരിപാടി അവള് ഭയങ്കര സ്നേഹം വന്നല്ലോ. അപ്പോ ഋഷിയെ ഞാൻ അങ്ങനെ നോക്കിയാൽ ഞങ്ങൾ ഒരു ടീമായതിനു ശേഷം അപ്പൊ നമ്മൾ മനസ്സിലായത് ഇതിനകത്ത് ഒരു കുഞ്ഞു സിദ്ധയാണ്. പിന്നെ കൺഫ്യൂഷൻ ആയിട്ടാണ് ഋഷിയെ ഹലോ ഓൾ ദ ബെസ്റ്റ്. ചെറിയ കുട്ടിയാണ്, ചെറിയ കുട്ടി എങ്ങനെ നോക്കുന്നു അതുപോലെ വേണം ഋഷിയെ നോക്കാൻ. അങ്ങനെയാണ് എനിക്ക് അങ്ങനെ ചെയ്തു കൊടുക്കണം. ഈ ഒരു കല്യാണം പറഞ്ഞു വിളിച്ചപ്പോ ഞങ്ങൾ നിൽക്കുന്നത് നിന്റെ കല്യാണോ? അതെ, അപ്പൊ ഋഷിയുടെ കല്യാണമാണ്. അപ്പൊ ഋഷി ഹാപ്പി മാരേജ് കുട്ടികളെല്ലാം വായിക്കും. പക്ഷെ അതിനകത്ത് നമുക്ക് ഭയങ്കര എന്താ പറയാ ചെറുതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നന്ദന മറ്റത് മൈക്ക് കിട്ടുമ്പോ എല്ലാരും എനിക്ക് വോട്ട് ചെയ്യണം. നന്ദു വോട്ട് ചെയ്യാൻ പറയരുത്, ബിഗ് ബോസ് അല്ല കേട്ടോ. നന്ദന എല്ലാരും എനിക്ക് വോട്ട് ചെയ്യണം. പക്ഷേ കാമ രണ്ടു എന്താ പറയുന്നത്? ആ 2 വാക്ക് ആരെയും വീഴ്ത്തുന്ന 2 വാക്ക്. ഇവർക്ക് സുഖാണ്. ഉളുപ്പുണ്ടോ നാണമുണ്ടോ? ഉളുപ്പുണ്ടോ നാണമുണ്ടോ മാനമുണ്ടോ? മൈക്ക് തന്നെ അടിച്ചു പോയി എന്റെ കൈ കിട്ടിയപ്പോ. എടാ മോൺസ്റ്റർ മൈക്ക് തന്നു, ആരെങ്കിലും വേറെ മൈക്ക് പറ. നീ ഒരു കല്യാണത്തിനും വരില്ല എന്ന് പറഞ്ഞത്. ഒരു കല്യാണത്തിനും വരില്ല ആയിരുന്നു. അപ്പം 2-3 വട്ടം ഋഷിനെ പേടിപ്പിക്കാൻ വേണ്ടി പ്രേതത്തിന്റെ കാര്യമൊക്കെ പറയാൻ ഞങ്ങൾ 2 പേരും കിച്ചണിൽ പോയിട്ട് കുറെ ഫുഡൊക്കെ കഴിച്ചതും ഈ ഒരു കാര്യമൊക്കെ സത്യം പറഞ്ഞെങ്കിൽ ഒരു മെമ്മറീസ് പറയാൻ പറഞ്ഞപ്പം കറക്റ്റ് മൈൻഡിലേക്ക് വന്നു. പിന്നെ ടാസ്കുകളിലാണെങ്കിലും ഞങ്ങളെല്ലാരും ടാസ്കിൽ ഞാനോ നല്ലത് ഞങ്ങളെല്ലാരും ഭയങ്കര അടിപൊളിയായിട്ട് സൂപ്പർ ഞാനായിരുന്നു. ടാസ്കിൽ ബിഗ് ബോസ് കുറച്ചേരും കൂടി നിന്നാ മറ്റേ ചോദിക്കും ഞാനൊരു മികച്ച മത്സരാർത്ഥിയാണോ. അതും വരും, അതും കേട്ട് പോകേണ്ടി വരും. ഓക്കെ, ഋഷി എന്ന് പറയുമ്പോ ഞാനും ഋഷിയും തമ്മിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാവുക ബിഗ് ബോസോ ബാക്കി കാര്യങ്ങളൊന്നും ആവില്ല. ഇലുമിനാറ്റി, ആസ്ട്രൽ പ്രൊജക്ഷൻ, പാരലൽ യൂണിവേഴ്സ്, മൾട്ടിവേഴ്സ്, ഇതൊക്കെയാണ് ഞങ്ങളെ സംസാരങ്ങള്.
ഇത് കഴിഞ്ഞിറങ്ങിയതിനു ശേഷം നമ്മള് ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തുമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി ഐശ്വര്യ ഉണ്ട്, ഹാൻഡിൽ ചെയ്താൽ മതി. ഇവൻ അതിനകത്തിരുന്ന് അത് അടിച്ചു പോയി. എടാ ഇലുമിനാട്ടി തന്നെയാണോ അത് അടിച്ചു. ഓക്കെ, താങ്ക് യു. അപ്പൊ ആദ്യം തന്നെ ഋഷിക്കും നമ്മളോട് എന്തോ ഒരു ഇതുണ്ട്, നമ്മളാണല്ലോ മെയിൻ. അപ്പൊ ഏറ്റവും ആദ്യം ഋഷിക്കും ഐശ്വര്യക്കും എല്ലാവിധ വിവാഹ മംഗള ആശംസകൾ നേരുകയാണ്. ഋഷി വളരെ നിഷ്കളങ്കനായിട്ടുള്ള ആളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പിഞ്ച് ഹൃദയത്തിന് ഉടമയായിട്ടുള്ള, അത് ഐശ്വര്യക്ക് ഒരുപാട് സന്തോഷിക്കാം. കാരണം ഇത്രയും എന്താ പറയണ്ടേ, ഒരു കുട്ടികളുടെ മനസ്സുള്ള ഒരാളെ ഹസ്ബൻഡായിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ലക്കാണ്. പിന്നെ ഞാൻ ഐശ്വര്യത്തിന്റെ കാര്യം പറയാം. ഋഷി എന്തെങ്കിലും ചില സമയത്തൊക്കെ ദേഷ്യം കാണിക്കും. ആ ദേഷ്യം കാണിക്കുന്ന സമയത്ത് ഒരു മൈക്കിൾ ജാക്സന്റെ പാട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പാട്ടിടുക, അപ്പൊ തന്നെ ആള് കൂളായിക്കോളും. പിന്നെ കല്യാണം കഴിഞ്ഞ് ഋഷീനെ ഒറ്റയ്ക്ക് മുറിയിൽ ഇരുത്തരുത്, നല്ല പേടിയുള്ള ആളാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും പ്രേതകഥ പറഞ്ഞു കഴിഞ്ഞാൽ ആള് നന്നായിട്ട് പേടിക്കും. അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് പേടിച്ചാൽ മതി. അപ്പൊ ഇനി രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പേടിക്കുക. ഋഷിക്ക് ലൈറ്റ് ഓഫ് ആക്കുന്നത് ഭയങ്കര പേടിയാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ബാക്കി ഞാൻ പറയുന്നില്ല. ശൈശവ വിവാഹമാണോ അവിടെ നടന്നേ? ആരപ്പൻ? എടോ ഇവിടെങ്കിലും ആയ ഓർക്കടോ, കൊടുക്കായ്ക്ക് മൈക്ക്. ജിൻഡോ 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 ഇവിടെങ്കിലും ആയ ഓർക്ക് പറയണോ? രണ്ട് പാട്ട് പറ, അല്ലെങ്കിൽ ആ പാട്ട് പാടും, മറ്റേ പാട്ട് വേറൊരു സാധനം കേട്ടിടി. ഒരു സെക്കൻഡ് ശബ്ദം കിട്ടും. ആരുടെ ചവിട്ടി കയറി? അത് കീറിയുണ്ട്, ഞാൻ ചവിട്ടി പിടിച്ചത്. അത് കയറിയില്ല, നല്ല ഉറപ്പില്ല. അതാ വന്നില്ലേ? ഞാൻ എന്റെ ഡ്രസ്സിലൊന്നും ചവിട്ടി കിറന്ന് പറഞ്ഞ ശബ്ദം കേട്ട് ഞാൻ മാറി. അല്ലല്ല സീരിയസ് അതെ, നല്ല ഫുഡ് ഉണ്ടെങ്കിൽ ചിക്കനൊക്കെ ഇത് കേട്ടോ, ഇത് മൈക്കാണ്. ഇതിൽ വളിയിട്ടൊന്നും പിടിച്ചൊക്കെ കേൾക്കും. പച്ചക്കവറ് അമ്പോറ്റി കരണ്ടാ, ടൈം വരും. മാറിക്കളാ, സിഗ്മയിൽ ഒറ്റയ്ക്ക് നിന്ന് കരയല്ലോ. കണ്ണീർ തുടങ്ങി നിൽക്കുന്നത്. ഇത് വീഡിയോ എടുത്തോ എന്നാ. സിഗ്മ സിഗ്മ കരഞ്ഞു. എടാ ഈ അഭിഷേക് കൂടെ ഒറ്റയ്ക്ക് കണക്ക് ചെയ്യാൻ തോന്നിയില്ല. ആർക്കാ? ആരാ? അപ്സര. അപ്സര ആർമി. ടോമാഞ്ചേരി എന്നൊക്കെ പറഞ്ഞു കയറി പോവായിരുന്നു. അത് ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു. നന്ദു കേക്കുണ്ടോ? ലവ് സ്റ്റോറി അന്നാണ് ചീത്തറിന്, എന്നാണ് ചീത്തറിന്? അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ലേ സായോടെ നിൽക്കരുത്. ആക്ച്വലി നിന്റെ എപ്പോഴാ മൈക്കോ കിട്ടിയപ്പോ മനുഷ്യൻ എന്തെങ്കിലും ഇപ്പോഴും പേടിയാ? എന്ത് നീച്ചത്?
ഇതുവരെ വൈറൽ വീഡിയോ ട്രെൻഡിങ്. ഞാൻ മറ്റേ ബോട്ട് അക്കൗണ്ടിൽ നിന്ന് കമന്റ് ഇടും. ഇവർ തമ്മിൽ ലവ് ആണോ? കോൺട്രവേഴ്സി വരണം. എന്നെ ഹേമ കമ്മിറ്റിന്ന് വിളിച്ചിരുന്നു ഇത് പറയാൻ വേണ്ടി. എന്നെ ആക്ടേഴ്സ് എടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? പൈസ തരാം. അമ്മ സത്യം എന്നെ ആരോ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഈ സാധനം വീഡിയോയിൽ പറയാൻ പറ്റും. വലിയ കോൺട്രവേഴ്സി. ഒരു കുഴപ്പമില്ല, കോൺട്രവേഴ്സി ആയിക്കോട്ടെ. അതിനെന്താ ഇങ്ങനെ വൃത്തിയിൽ കാണിക്കാൻ പാടും. സത്യം. എല്ലാരും നീച്ച പോവാം. ഞങ്ങളെ തട്ടി മാറ്റി കപ്പിൾസ് എന്തല്ല ഞങ്ങളെ തട്ടി മാറ്റി അല്ലേ? നമ്മളെ തട്ടി മാറ്റി. അതെ, നമ്മളെ തട്ടി മാറ്റിയതല്ലേ? നമ്മളെ മാറ്റി. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഫൈൻ. ഇറ്റ്സ് ഫൈൻ. യാ ഫൈൻ. ഇഗ്നോർ ഞങ്ങൾ ഇഗ്നോർ ചെയ്തു. അല്ല സത്യം, ഞാൻ 3 വർഷം മുമ്പ് ഫ്രീ ആയതാ. സത്യം പറയാം, ഇന്നത്തോടെയാണ് ബിഗ് ബോസ്. ഇത്ര നേരം എനിക്ക് വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ അപ്പുറം. ജാസ്മിൻ ജാഫർ ഡയറ്റിലാണോ? ജാസ്മിൻ ഡയറ്റിലാണ്. റസ്മിനും ഡയറ്റിലാണ്. റസ്മിൻ ഡയറ്റിലാണോ? അപ്സര ഡയറ്റിലാണ്. അപ്സര ഡയറ്റിലാണെന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ്. അപ്സരയ്ക്ക് ആവാലോ. അപ്സരയ്ക്ക് തോന്നാം. അപ്സരയ്ക്ക് തോന്നുന്നു. അതാ കോടീശ്വരനോ? ജയ്, ഒരു മന്തില് എന്തായിരിക്കും നോറയുടെ ഫുഡിന്റെ എക്സ്പെൻസ്? അല്ല, നല്ല എക്സ്പെൻസ്. മോൺസ്റ്റർ. സീ ഫുഡ് ആണല്ലോ മെയിൻ. നല്ലൊരു എമൗണ്ട് വരാം. ഒരേ തോണിയിലായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. കഴിച്ചോട്ടോ. എമിറേറ്റ്സ് ഉണ്ട്. അമ്പൂറ്റി സോ നമ്മുടെ അബിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറയൂ അബി. എന്താണ്? someone called you? Yeah. Somebody called me and asked me like ഇപ്പം നമ്മുടെ സ്ത്രീകളല്ലേ പറയുന്നുള്ളൂ ഹേമ കമ്മീഷനിൽ ഇപ്പം ആക്ടേഴ്സിനെതിരെ. അപ്പം ഒരു ആണ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു ആണുങ്ങൾക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുമോ, നിങ്ങൾക്ക് ഫെയിം കിട്ടും എന്ന് പറഞ്ഞിട്ട് എനിക്കും കോൾ വന്നു. ഇനിഷ്യേറ്റീവ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ കട്ട് ചെയ്തു. അപ്പൊ ഇവിടെ ഋഷിയുടെ കല്യാണത്തിൽ വന്നപ്പോഴാണ് ഈ കേസ് പറഞ്ഞത്. ലോട്ട് ഓഫ് ദിസ് ഫേക്ക് തിങ്സ് ആർ ഹാപ്പനിങ്. സോ കുറെ പേര് ജെനുവിൻ ഉണ്ട്, കുറെ പേര് അതിനകത്ത് ഫേക്കും വരുന്നത് കൊണ്ട് ജെനുവിൻ ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഇതിലായി. ജെനുവിൻ ഏതാ ഫേക്ക് ഏതാന്ന് മനസ്സിലാവാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. സോ ഫേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്പോയിൽ ചെയ്ത് കളയും. അവര് കാരണം റിയൽ ആയിട്ടുള്ള ആൾക്കാർ പോലും അത് ഫേക്ക് ആണെന്ന് പറയും ആൾക്കാർ. സോ അബി ഇത് പറഞ്ഞപ്പോൾ ഒന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു അബി. ഓ, നോറ അവിടെ ഫോട്ടോഷൂട്ടിലാണ്. എടാ, മോൺസറിന് പേയ്മെന്റ് കിട്ടിയിരുന്നോ കല്യാണത്തിന് വന്നേ? അപ്സര എവിടെ? 800 സ്ക്വയർ ഫീറ്റ്. എടി ചുമ്മാ വരില്ല, തിന്നാൻ വേണം അല്ലേ? ഈ വരുന്നോ തിന്നാൻ?
നാണം നാണം നാണം. ഓടിട്ട് ശരിയാ വീഴാതിരുന്നാ മതിയായിരുന്നു. വ്ലോഗ് അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന എൻഡ് ചെയ്യാനാ വ്ലോഗ് എൻഡ് ചെയ്യാണ്. വ്ലോഗ് എൻഡ് ചെയ്യാം. അപ്പൊ ഋഷിയുടെ ഇതെന്റെ വ്ലോഗിലോട്ടുള്ളതാണ്. ജാസ്മിന്റെ എല്ലാവരുടെ അല്ല. അപ്പൊ ഋഷിയുടെ കല്യാണം ഞങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ തെറിച്ചിട്ട് ജാസ്മിന്റെ ഫ്ലാറ്റിൽ പോയിട്ട് പാർട്ടി ജാസ്മിന്റെ ഫ്ലാറ്റിൽ പാർട്ടി ജാസ്മിന്റെ പാർട്ടി യോയോ പാർട്ടിയാണ്. ജാസ്മിന്റെ പാർട്ടി ശുദ്ധപാനീയം ജാസ്മിന്റെ ഫ്ലാറ്റിൽ പാർട്ടി ഫ്രിഡ്ജിനകത്തിരിപ്പുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. ഫുഡ് കഴിച്ചാൽ ഫുഡ് കഴിക്കട്ടെ. ഓക്കെ പോവാ. ഗബ്രി എന്റെടാ ഗബ്രി എന്ത് ചെയ്യുന്നുണ്ടോ? കമോൺ ഗബ്രി എന്റെടാ. വരട്ടെ. എല്ലാവരോടും എപ്പോഴും ഞങ്ങൾ എല്ലാവരും പറയാറുള്ള പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോ. എല്ലാരും കിട്ടും. ഓടി രക്ഷപ്പെട്ടു. ചേച്ചി പല സെലിബ്രിറ്റീസിന്റെ കൂടെ വീഡിയോ എടുക്കുന്നുണ്ട്. സ്റ്റോറി ഇടണം. എനിക്ക് എടുക്കട്ടെ. മീഡിയക്കാർ മൊത്തം വീഡിയോ എടുക്കും. നന്ദന സി ബിഗ് ബോസിൽ തങ്ങളുടെ വാതിൽ ആരെയും മുട്ടിയോ? നന്ദനസി ഹേമ കമ്മിറ്റി റിപ്പോർട്ടറെ പറ്റി വളരെ ആധികാരികമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. എല്ലാവരോടും എപ്പോഴും ഞങ്ങൾ എല്ലാവരും പറയാറുള്ള പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോ.